പ്രിൻസ് ആൻഡ് ദ ഫാമിലി. ഇന്നലെ സിനിമ കണ്ടായിരുന്നു. എനിക്ക് മൂഡ് തോന്നിയില്ല, വേണമെങ്കിൽ ഇടണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. വളരെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു ഫീലാണ് തന്നത്. ദിലീപ് ഏട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി എന്താണ് സിനിമയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പുള്ളി ചെയ്തു മടുത്ത സാധനങ്ങൾ തന്നെയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി ആണല്ലോ. അപ്പോൾ പ്രിൻസ് മറ്റാരുമല്ല, നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ. സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ടിപ്പിക്കൽ ദിലീപ് ഏട്ടൻ ചിത്രം പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഓഫ് ഫിലിംസ് ഉണ്ടല്ലോ, അതേപോലത്തെ പരിപാടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നേരെ പ്രിൻസ് റിവീൽ ചെയ്യും. എന്താണ് ഫാമിലി സ്റ്റോറിയാണ്, കോമഡിയാണ്, എല്ലാം കൊണ്ട് ഒരു കംബാക്ക് എന്ന് പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എനിക്ക് മനസ്സിലായി. പാൽച്ചട്ടയ്ക്ക് പൂച്ചയെ കാവൽ നിർത്തിയ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി. എന്തോ കുറെ കളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കല്. ഈ ദിലീപിന്റെ സിനിമകൾ മാത്രം കാണുന്നത് അങ്ങനെ സ്ഥാനത്തൊക്കെ രണ്ടെണ്ണം കിട്ടുമ്പോൾ മാറിക്കോളും. പക്ഷേ ആ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ക്ലൈമാക്സ് വരെ അത് തന്നെയാണ്. യൂട്യൂബേഴ്സല്ലേ പറഞ്ഞത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട് യൂട്യൂബേഴ്സിന്. കാണാൻ ആഗ്രഹിച്ചൊരു ദിലീപ് സിനിമ പറയാനുണ്ടോ? ഉറപ്പായിട്ടും അതെ. നമ്മളെല്ലാരും ദിലീപേട്ടന്റെ വേറൊരു മുഖമാണ്. ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പഴഞ്ചൻ എന്നല്ലേ പറയാ. പഴയ കോമഡിയാണ്, ഡബിൾ മീനിങ് കോമഡിയാണ്. പക്ഷെ ഇതൊന്നും അല്ല, വെരി എന്റർടൈനിങ് ആണ്. സമയം പോയത് അറിഞ്ഞില്ലോ. എല്ലാവരും ഉറപ്പായിട്ട് കാണണം. ജനപ്രിയ നായകൻ എന്നുള്ള ഒരു ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ടാഗ് ഒരിക്കലും മാറൂല. അത് കിട്ടിയത് തന്നെയാണ്. അറിഞ്ഞോണ്ടിരിക്കട്ടെ, ദിലീപ് നായകൻ തുടരും. സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. Thank you.